നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ അർജൻറ്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നല്ലോ. നമ്മൾ ഓരോ സ്ക്വാഡുകളും വിശദമായി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ സ്ക്വാഡൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പ് ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തിക്കുക, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ് കപ്പ് ഈസ് ഹിയർ ആൻഡ് റാഫ് ടോക്സ് ഈസ് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സ്ലോഗൻ. നമ്മൾ ഒരുമിച്ച് നമുക്ക് 1 മില്യണിലധികം അംഗങ്ങളുള്ളൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി നമ്മൾ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ഇടാം. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അർജൻറ്റീന ഇന്നലെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമായും സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ആരൊക്കെയാണ്, സ്ക്വാഡ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് കിരീടത്തിലേക്ക് പോകാൻ മാത്രമുള്ളൊരു സ്ക്വാഡുണ്ടോ, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട ആബ്സെൻറ്റീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മാർക്കോസ് അക്യൂഞ്ഞയാണ്. അക്യൂഞ്ഞയ്ക്ക് പരിക്കിൻ്റെ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ സീസണിൽ. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോച്ച് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കാതിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. താൻ വല്ലാതെ സർപ്രൈസ്ഡ് ആയിപ്പോയി ഈ ഒരു എക്സ്ക്ലൂഷനിൽ നിന്നാണ്. താൻ ഒഴിവാക്കിയതിൽ താൻ വലിയ അത്ഭുതപ്പെട്ടു എന്ന് അക്യൂഞ്ഞ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ഒഴിവാക്കി. ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ഒഴിവാക്കപ്പെട്ട മറ്റൊരാളാണ്. റയൽ മാഡ്രിഡിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്ര അവസരങ്ങളൊന്നും ലഭിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയിൻ ടൈം ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. എമിലിയാനോ ബ്യൂണ്ടിയ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി ഈ സീസണിൽ ക്ലബ് ഫുട്ബോളിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി താരത്തെ കോച്ച് സ്ക്വാഡിലേക്ക് എടുത്തില്ല. അതുപോലെ മാർക്കോസ് സെൻസിയെ ഒഴിവാക്കിയതിലും ആരാധകർക്ക് ചെറിയ ഒരു മുറുമുറുപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ സ്ക്വാഡിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്ന കുറച്ച് ആളുകൾ, അഗസ്റ്റിൻ ഗിയെ, മാക്സിമോ പെറോണ്, മാറ്റിയസ് സുലേ, ടാറ്റി കസ്റ്റയോനസ്, ഇങ്ങനെയുള്ള താരങ്ങൾ സ്ക്വാഡിനോട് തൊട്ടരികിലെത്തിയതാണ്. അവസാനമാണ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടത്. ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അദ്ദേഹത്തിന് വിനിയെ അധിക്ഷേപിച്ചതിന് കിട്ടിയ ബാൻ ഒരു പണിയായി. വേൾഡ് കപ്പിൽ 2 കളികൾ എന്തായാലും പുറത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു താരത്തെയും കൊണ്ട് വെറുതെ വേൾഡ് കപ്പിന് പോകേണ്ടതില്ല എന്ന് കോച്ച് ലയണൽ സ്കലോനി ചിന്തിച്ചു, തീരുമാനിച്ചു. അങ്ങനെ ഒഴിവാക്കി എന്ന് വേണം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ. ഇനി നമ്മൾ ഈ ഒരു അർജൻറ്റീനയുടെ സ്ക്വാഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ആ കോറിന് 2022 വേൾഡ് കപ്പിൽ അർജൻറ്റീന കിരീടം ചൂടിയ ആ സ്ക്വാഡിലെ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ലാതെ തന്നെയാണ് കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ സ്ക്വാഡിലുണ്ടായിരുന്ന 17 പേര് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ട്. ആരൊക്കെ നോക്കാം. ഒന്ന്, ആസ്റ്റൺ വില്ലയുടെ എമിലിയാനോ മാർട്ടിനസ്, ഒളിമ്പിക് മാഴ്സയുടെ ജെറോണിമോ റുള്ളി, ഒളിമ്പിക് ലിയോണിൻ്റെ നിക്കോളാസ് ടാഗ്ലിയഫിക്കോ, റിവർ പ്ലേറ്റിൻ്റെ ഗോൺസാലോ മുണ്ടീൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലിസാൻഡ്രോ മാർട്ടിനസ്, ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ ക്രിസ്ത്യൻ റൊമേറോ, ബെൻഫിക്കയുടെ നിക്കോളാസ് ഓട്ടാമെൻഡി അവിടെ നിന്ന് മാറി അർജന്റീൻ ലീഗിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നാഹുൽ മൊളീന, ബൊക്ക ജൂനിയേഴ്സിൻ്റെ ലിയാൻഡ്രോ പെരേഡസ്, ഇന്റർ മയാമിയുടെ റോദ്രിഗോ ഡീപോള്, ബാർ ലവർക്യൂസിൻ്റെ ഇസിക്കിയൽ പലാസിയോസ്, ലിവർപൂളിൻ്റെ അലക്സിസ് മാക്കലിസ്റ്റർ, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയൻ അൽവാരസ്, ഇന്റർ മയാമിയുടെ ലയണൽ മെസ്സി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തിയാഗോ അൽമെയ്ഡ, ഇന്റർ മിലാൻ്റെ ലൗട്രോ മാർട്ടിനസ്. ഇതാണ് സ്ക്വാഡിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച് ജയിച്ച താരങ്ങൾ ഈ സ്ക്വാഡിലുമുള്ളവർ. പിന്നെ പുതുതായിട്ട് വന്ന 9 പേരുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഇവാൻ മൊസോ, ഒളിമ്പിക് മാർസയുടെ ലിനാഡോ ബലേഡി, ഒളിമ്പിക് മാർസയുടെ ഫെക്കുണ്ടോ മെദീന, റേസിംഗ് സ്ട്രാസ്ബർഗിൻ്റെ വാലന്റിൻ ബാർക്കോ, റെൽ ബെറ്റീസിൻ്റെ ജിയോവാനി ലോച്ചെൽസോ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിക്കോ ഗോൺസാലസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹുലിയാനോ സിമിയോണി, കോമോയുടെ നിക്കോ പാസ്, പാൽമിറാസിൻ്റെ യുവാൻ മാനുവൽ ലോപ്പസ്. ഇനി ചോദ്യം ഉണ്ടോ, ഈ സ്ക്വാഡ് മതിയോ എന്നുള്ളതാണ്. നമുക്ക് പൊസിഷൻ വൈസ് ഈ സ്ക്വാഡ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും.
നോക്കിയാൽ ഗോൾ കീപ്പർ പൊസിഷനിൽ എമിലിയാനോ മാർട്ടീനസ്, ജെറോണിമോ റുള്ളി, യുവാൻ മുസ്സോ എന്നിവരെയാണ് കോച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? അർജൻറ്റീനയിൽ ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എമി മാർട്ടീനസ് അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ഈ വേൾഡ് കപ്പിലും ഗോൾ വല കാക്കും. അപ്പോൾ അതാണ് അവരുടെ ലക്ഷ്യം. സോ എമി മാർട്ടീനസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഡിഫൻസ് നോക്കാം നമുക്ക്. സെൻറ്റർ ബാക്കുമാരായിട്ട് 4 പേര്. അത് നിക്കോളാസ് ഓട്ടാമെൻഡി, ക്രിസ്ത്യൻ റൊമേറോ, ലിച്ച മാർട്ടീനസ്, ബലേഡി. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക നിക്കോളാസ് ഓട്ടാമെൻഡിയും ക്രിസ്ത്യൻ റൊമേറോയും, അല്ലെങ്കിൽ ലിച്ച മാർട്ടീനസും ക്രിസ്ത്യൻ റൊമേറോയും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. കോച്ചിന് ഒരാശങ്കയുണ്ടായിരുന്ന പൊസിഷൻ ഈ ഡിഫൻസാണ്. അതിൽ അദ്ദേഹം ഇപ്പോൾ സെൻറ്റർ ബാക്കിൻ്റെ പൊസിഷനിൽ സോളിഡായിട്ടുള്ള താരങ്ങളെ തന്നെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. മോളിനെയും മൊണ്ടിയിലും തന്നെയാണ് ഇത്തവണ അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ളത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, അവിടെയാണ് അക്യൂഞ്ഞ ഉണ്ടാവുമെന്ന് കരുതിയത്. പക്ഷേ ഫെക്കുണ്ടോ മെഡിനയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നത് ടാഗ്ലിയാഫിക്കോയും മോളിനെയും തന്നെയാണ്. സെൻറ്റർ ബാക്കുമാരായിട്ട് ഈ പറഞ്ഞ പോലെ ഓട്ടാമെൻഡിയും ക്രിസ്ത്യൻ റൊമേറോയും, അല്ലെങ്കിൽ ലിച്ചയും ക്രിസ്ത്യൻ റൊമേറോയും. സോ ഡിഫൻസ് ഓൾമോസ്റ്റ് ഭദ്രമാണ്. ഇതിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെയിം കോർ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. മധ്യനിരയിലേക്ക് പോകുമ്പോൾ പിവോട്ട് റോളിൽ കളിക്കാൻ ആരുണ്ടാവുമെന്ന് ചോദ്യമുണ്ട്. ലിയാൻഡ്രോ പരേഡസിനെ വീണ്ടും കൊണ്ടുവന്നത് അതിന് തന്നെയാണ്. പരേഡസ് ഉണ്ട്, മാക്കലിസ്റ്റർ ഉണ്ട്, റോദ്രിഗോ ഡി പോള്, എൻസോ ഫെർണാണ്ടസ്, ബാർക്കോ, പെലാസിയോസ്, ഇത്രയും താരങ്ങളാണ് മധ്യനിരയിലുള്ളത്. തീർച്ചയായിട്ടും ഒരു 3 പേരടങ്ങുന്ന മധ്യനിര നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് റോദ്രിഗോ ഡി പോളും എൻസോ ഫെർണാണ്ടസും ലിയാൻഡ്രോ പരേഡസുമാകാം, അല്ലെങ്കിൽ റോദ്രിഗോ ഡി പോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററുമാകാം. സോ ഇതൊക്കെ നമ്മൾ സ്ഥിരം അർജൻറ്റീന ടീമിൽ കാണുന്ന അതേ ചേരുവ തന്നെയാണ്. അവിടെ ഇവിടെ ചെറിയ മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ വലതു പാർശ്വത്തിൽ കളിക്കാൻ ലിയോ മെസ്സി ഉണ്ട്, നിക്കോ പാസ് ഉണ്ട്, ജിയോവാനി ലോച്ചെൽസോ ഉണ്ട്. ഇടതു പാർശ്വത്തിൽ അൽമെയ്ഡ, ജിയോവാനി സിമിയോണി, നിക്കോ ഗോൺസാലസ്. അപ്പോൾ മെസ്സി ആയിരിക്കും എന്തായാലും വലതുഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുക. മറുഭാഗത്ത് തിയാഗോ അൽമെയ്ഡയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗോളടിക്കാൻ 3 പേരുണ്ട്, 3 സ്ട്രൈക്കർമാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹുലിയൻ ആൽവാരസ്, ലൗട്രോ മാർട്ടീനസ്, ഹോസെ മാനുവൽ ലോപ്പസ് എന്ന ഫ്ലാക്കോ ലോപ്പസ്. ബ്രസീലിൽ ലീഗ് കളിക്കുന്ന ഒരു താരം 20 വർഷങ്ങൾക്ക് ശേഷമാണ് അർജൻറ്റീന ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലെത്തുന്ന കാര്യം നോക്കുക. അത് ലോപ്പസിൻ്റെ ഇപ്പോഴത്തെ ക്ലബ് ഫുട്ബോളിലെ ഫോം കണ്ട് തന്നെയാണ് സ്ക്വാഡിലേക്ക് എടുക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഹുലിയൻ ആൽവാരസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഔട്രോയെ ഉപയോഗപ്പെടുത്താം. സോ കോച്ചിന് അദ്ദേഹത്തിന് വിശ്വാസമുള്ള താരങ്ങളെ ഓരോ പൊസിഷനിലേക്കും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്ക്വാഡിൻ്റെ പ്രത്യേകത. കോച്ച് നോക്കിയതും അത് തന്നെയാണ്. തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള താരങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകാം? ഇപ്പോൾ ഫസ്റ്റ് കളി അർജൻറ്റീന കളിക്കാൻ പോകുന്ന അൾജീരിയക്കെതിരെയാണ്. ജൂൺ 17 പുലർച്ചെ 6:30 ആ കളി. പക്ഷെ അതിന് മുമ്പ് അവർ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഒന്ന് ഹോണ്ട്രാസിന് എതിരെ, അത് ജൂൺ 7 പുലർച്ചെ 5:30. രണ്ടാമത്തെ കളി ജൂൺ 10 ഐസ്ലൻഡിനെതിരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കളികളോടുകൂടി അർജൻറ്റീന കോച്ചിന് ഫസ്റ്റ് കളിക്കുള്ളൊരു പ്ലേയിങ് 11 അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അത് തന്നെയാണ്. ഡേ ബൈ ഡേ ടീമിനെ നോക്കിയിട്ട് അതനുസരിച്ചാണ് അദ്ദേഹം 11 ഇറക്കുക. വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളത് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരങ്ങൾ സ്ക്വാഡിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ പൊതുവെ അദ്ദേഹം ചെയ്യാറുള്ള പണി ഇതാണ്, അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള താരങ്ങളെ മാത്രം ഇറക്കുക എന്നുള്ളത്. അത് ട്രെയിനിങ്ങിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ട്രെയിനിങ് ഇതാ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. നാളെ അർജൻറ്റീന താരങ്ങൾ US കാൻസസ് സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യും. മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ തന്നെ അവരുടെ ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്യും. അതാണ് പ്ലാൻ. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി അവരാദ്യ സൗഹൃദ മത്സരത്തിന് മുമ്പ് തന്നെ പ്ലേയിങ് 11ൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കും. ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ഒരു പ്ലേയിങ് 11 എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് തന്നെ, ഡിഫൻസിൽ നാഹുൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. ഈ നിരയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ റോദ്രിഗോ ഡി പോളും
ലിയാൻഡ്രോ പെരേഡസും എൻസോ ഫെർണാണ്ടസും. മുന്നേറ്റത്തിൻ്റെ വലതുപാർശ്വത്തിൽ ലയണൽ മെസ്സി, മധ്യത്തിൽ ഹുലിൻ ആൽവാരസ്, ഇടതുപാർശ്വത്തിൽ തിയാഗോ അൽമെയ്ഡ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11, ബെസ്റ്റ് 11 എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ പിന്നെ കളിക്കനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്യപ്പെടാം. ലൗട്ടറെ പോലെയുള്ള താരങ്ങളൊക്കെ പുറത്തിരിപ്പല്ലേ. ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വാഡാണെന്നും ഇതിനെ വെല്ലാൻ മറ്റ് സ്ക്വാഡില്ല എന്നൊന്നും അല്ല പറയുന്നത്. എല്ലാ ടീമുകൾക്കൊക്കെ ഉള്ള പോലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഈ സ്ക്വാഡിനുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 8 കൊല്ലമായിട്ട് അർജൻറ്റീനയുടെ കോച്ചായിട്ട് സ്കലോനി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് കൃത്യമായ മാനേജ്മെൻറ്റ് പവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു കൂട്ടം താരങ്ങൾ സ്ക്വാഡിലേക്ക് എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വേൾഡ് കപ്പ് അടിക്കാൻ പോലും പറ്റുന്നൊരു സ്ക്വാഡ് തന്നെയാണ്. ഇപ്പോൾ അതിനു മുമ്പ് കാലിടറിക്കൂടാന്നുമില്ല. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ സ്കലോനി പറഞ്ഞ പോലെ മികച്ച കളി കളിച്ചതുകൊണ്ടോ മികച്ച ടീമുള്ളത് കൊണ്ടോ മാത്രം കിട്ടൂല. അതിന് പല കാര്യങ്ങൾ, പല ചേരുവകൾ ഒരുപോലെ വർക്ക് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ മികച്ച ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളാണുള്ളത്. 6 താരങ്ങൾ ഇപ്പം ഈ ഒരു 6 റെപ്രസെൻറ്റേറ്റീവ്സ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്ക്വാഡിൽ നിന്നുണ്ട്. ഇവാൻ മുസ്സോ, നാഹുൽ മൊളീന, ഹുലിൻ ആൽവാരസ്, നിക്കോളാസ് ഗോൺസാലസ്, തിയാഗോ അൽമെയ്ഡ, ഹുലിയാനോ സിമയോണി. ഒളിമ്പിക് മാർസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് 3 താരങ്ങളുണ്ട്. ജെറോണിമോ റുള്ളി, ലിയനാർഡോ ബലോഡി, ഫെക്കുണ്ടോ മെദീന. അപ്പോൾ ഈ താരങ്ങൾ അവിടെ നിന്നുണ്ട്. ലീഗ് 1-ലാണ്. അതൊക്കെ ടോപ്പ് 5 ലീഗ് കളിക്കുന്നവരാണ്. അപ്പം ഇപ്പോൾ ഇൻ്റർ മയാമിയിൽ നിന്ന് 2 താരങ്ങൾ, ലയണൽ മെസ്സിയും റോദ്രിഗോ ഡി പോളും. ഇനി ലീഗിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗ് വൈസാണ് നോക്കുന്നതെങ്കിൽ സ്പാനിഷ് ലാ ലീഗയിൽ നിന്നാണ് ഏറ്റവും അധികം താരങ്ങൾ ഈ അർജൻറ്റീന സ്ക്വാഡിലുള്ളത്. 7 താരങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 6 താരങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന്, അത് കൂടാതെ റയൽ ബെറ്റിസിൽ നിന്ന് ജിയോവാനി ലോ സെൽസോ കൂടി ഉണ്ടെന്ന് അർത്ഥം. ദെൻ പ്രീമിയർ ലീഗിൽ നിന്ന് 5 താരങ്ങളുണ്ട്. എമിലിയാനോ മാർട്ടിനസും, ലിസാൻഡ്രോ മാർട്ടിനസും, ക്രിസ്ത്യൻ റൊമേറോയും, അലക്സിസ് മാക്കലിസ്റ്ററും, എൻസോ ഫെർണാണ്ടസും. സോ ലോകത്തെ ടോപ്പ് ലീഗുകളിൽ കളിക്കുന്ന, മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളാണുള്ളത്. ലീഗ് 1-ൽ നിന്ന് 5 താരങ്ങളുണ്ട്. ജെറോണിമോ റുള്ളി, ലിയനാർഡോ ബലേഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫെക്കുണ്ടോ മെദീന, വാലന്റിൻ ബാർക്കോ. അപ്പം കാര്യം വളരെ കൃത്യമാണ്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളാണ് അധികവും. പിന്നെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ള ലീഗുകൾ, അർജൻറ്റൈൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ നിന്ന് 2 താരങ്ങൾ, സീരിയയിൽ നിന്ന്, MLS നിന്നൊക്കെ 2 വീതം താരങ്ങളുണ്ട്. അർജൻറ്റീനയിൽ നിന്ന് ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസ്, ബൊക്ക ജൂനിയേഴ്സിൻ്റെ താരം, അതുപോലെ തന്നെ ഗോൺസാലോ മൊണ്ടീൽ, ഇവർ 2 പേർക്കാണ് കോളപ്പ് കൊടുത്തിട്ടുള്ളത്. സീരിയയിൽ നിന്ന് ലൗട്രോ മാർട്ടിനസും നിക്കോളാസ് പാസും. പിന്നെ MLS നിന്ന് ആണെങ്കിൽ മെസ്സിയും റോദ്രിഗോ ഡീബോളുമാണുള്ളത്. പോർച്ചുഗലിൻ്റെ ലീഗിൽ നിന്ന്, പ്രീമിയർ ലീഗയിൽ നിന്ന് ഓട്ടമെൻഡി ഉണ്ട്. ബ്രസീലിയറോ സീരിയയിൽ നിന്ന് ഹോസെ മാനുവൽ ലോപ്പസും ഉണ്ട്. 2 ലീഗിൽ നിന്ന് ഓരോ താരങ്ങൾ. ഇതാണ് ഇപ്പം അർജൻറ്റീന സ്ക്വാഡ് എവിടെ നിന്നൊക്കെയാണ് ഉള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ മികച്ച ലീഗുകളിൽ കളിക്കുന്ന മികച്ച താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്ക്വാഡ് കോച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ലീഗ് ഘട്ടം കടന്നു പോവുക എന്നുള്ളത് അർജൻറ്റീനയ്ക്ക് അത്ര വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രൂപ്പ് ജെയിൽ അൾജീരിയയും ഓസ്ട്രിയയും ജോർദാനുമാണുള്ളത്. 3 ടീമുകൾക്ക് മേലും അർജൻറ്റീന ആധിപത്യം പുലർത്തി വളരെ അനായാസം അവർ റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച സ്ക്വാഡുണ്ട്. കിരീട നേട്ടം ആവർത്തിക്കും എന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ അത് ആവർത്തിക്കാനുള്ള സ്ക്വാഡുണ്ട്, അതിനുള്ള ഒരു ഹാർമണി ഈ ടീമിലുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിശകലനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.